അല്പനിമിഷങ്ങൾക്ക് ശേഷം കർണൻ പറഞ്ഞു, ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം മഹാറാണി കൃഷ്ണയോട് ക്ഷമ ചോദിക്കുകയാണ്. അവർ ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണ നീതി നിയമങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു പുരുഷനെ ഭരിക്കുകയാണ് സ്ത്രീധർമ്മം. ആദ്യ ഭർത്താവ് മരിച്ച ചില സാഹചര്യങ്ങളിൽ രണ്ടാമതൊരു വിവാഹത്തിനും അനുവാദമുണ്ട്. എന്നാൽ ഒരേ സമയം 5 ഭർത്താക്കന്മാരോടൊപ്പം ശയിക്കുന്നത് ഉദാഹരണമെങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല, ഉണ്ടായിട്ടുമില്ല. ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് അറിയുവാനും പാടില്ല. അങ്ങനെയുള്ള സ്ത്രീയെ വാരനാരിയായി വേണം കാണേണ്ടത്. അങ്ങനെയുള്ളവളുടെ കൈകൊണ്ട് തൊട്ട വെള്ളം കുടിച്ചാൽ പോലും ധർമ്മനാശം സംഭവിക്കും. ഇത്തരം കാര്യങ്ങളിൽ ഞാനൊരു യാഥാസ്ഥികനാണ്. നിങ്ങളുടെ മഹാറാണി യജ്ഞസേനി ആയത് കാരണം 5 ഭർത്താക്കന്മാരെ വരിച്ചാലും പാതിവൃത്യത്തിന്റെ മാഹാത്മ്യം കൊണ്ട് വാഴ്ത്തപ്പെട്ടവളായേക്കും. എന്നാൽ ഒരു സാധാരണ സ്ത്രീ ആണെങ്കിൽ പതിവ്രതയല്ലെന്ന് പ്രഖ്യാപിക്കപ്പെടുകയില്ലേ? കൃഷ്ണയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വളരെ നിഷ്ഠയുള്ളവനാണ് ഞാൻ. അതിഥി മന്ദിരത്തിന്റെ വരാന്തയിൽ നിന്ന് എൻ്റെ കാലുകൾ വിറയ്ക്കുവാൻ തുടങ്ങി. എന്തൊരപമാനവും ആക്ഷേപവും നിന്ദയുമാണ്. ഇതിനൊന്നിനും മറുപടി പറയുവാൻ എനിക്ക് കഴിയുകയില്ല. കർണൻ ഞങ്ങളുടെ അതിഥിയാണ്, അതിഥി ദേവനാണ്. ക്ഷോഭവും ദുഃഖവും മൂലം ഞാൻ അടിമുടി വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും പ്രശാന്തമായ മുഖത്തോടെ അവിടെ നിന്നു. മായ പറയുന്നത് കേട്ടു. മഹാപ്രഭു, അങ്ങ് ഞങ്ങളുടെ മഹാറാണിയെ അപമാനിക്കുന്നു. കൃഷ്ണയെ അങ്ങയ്ക്ക് ലഭിക്കാത്തതിൻ്റെ പ്രതികാരമാണോ ഇത്? കർണൻ മ്ലാനമായ ചിരിയോടെ പറഞ്ഞു, ഞാൻ ശാസ്ത്രസമ്മതനായ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ മഹാറാണി വിദൂഷിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശാസ്ത്രസമ്മതമാണോ അല്ലയോ എന്ന് അവരോട് ചോദിക്കുക. ആരെയും മുറിവേൽപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സത്യം അപ്രിയമാണെങ്കിൽ പോലും തുറന്നു പറയുന്ന ശീലമാണ് എനിക്കുള്ളത്. ഫലങ്ങൾ വെച്ചിരിക്കുന്ന പാത്രമൊഴുകി ബാക്കി ഭക്ഷണ സാമഗ്രികളുമായി ഞാൻ മടങ്ങി. ഇത് അപമാനിക്കലിൻ്റെ ആരംഭമാണെന്ന് എനിക്ക് തോന്നി. അർജുനനോട് അപാരമായ കോപമുണ്ടായി. അമ്മയോട് ഏറ്റവും അധികം കോപം തോന്നിയത് യുധിഷ്ഠിരനോടായിരുന്നു. ആഹാരത്തിൻ്റെ രുചി നശിച്ചു. ക്ഷോഭവും വേദനയും മൂലം കണ്ണുനീർ ഒലിച്ചിറങ്ങി. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കണ്ണുനീരൊഴുക്കുന്നത് എനിക്കിഷ്ടമല്ല. കണ്ണുനീർ ദൗർബല്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ചിലപ്പോൾ കണ്ണുനീർ മനുഷ്യൻ്റെ നിസ്സഹായതയിലെ കൂട്ടുകാരനാക്കി മാറ്റും. അത് മനോവേദന ലഘൂകരിക്കുന്നു. പുതിയ ശക്തി സംഭരിക്കുന്നതിന് വേണ്ടി ഗ്ലാനിയും ക്ഷോഭവും കഴുകിക്കളയുന്നു. എനിക്ക് കണ്ണുനീരിനോട് വെറുപ്പാണ്. എന്നാൽ കണ്ണുനീർ ആരുടെ നിയന്ത്രണത്തിലുമല്ല. ഇന്നെൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെ. എങ്കിലും അമ്മയെ വിവരം അറിയിക്കേണ്ടതുണ്ട്. ഞാൻ അമ്മയുടെ ശയനമുറിയുടെ വാതിൽക്കൽ ചെന്നതിന്, അമ്മേ, കർണൻ ഫലാഹാരം മാത്രമേ കഴിച്ചൂ. ബാക്കി ഭക്ഷണം തിരികെ തന്നു. എന്തുകൊണ്ട്? അമ്മ വ്യഥയോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, രാത്രി ഏറെയായി മധ്യാഹ്നത്തിലെ ഭക്ഷണം ഗുരുത്വമുള്ളതായി തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കണം അംഗരാജൻ വൈകർത്തനൻ കർണൻ ഇങ്ങനെ പറഞ്ഞത്. അമ്മ കൊടുത്തയച്ചതുകൊണ്ട് ഫലാഹാരം മാത്രമേ സ്വീകരിച്ചുള്ളൂ എന്നെനിക്ക് തോന്നുന്നുണ്ട്. എങ്കിൽ നാളെ രാവിലെ അയാൾക്ക് ഇഷ്ടപ്പെട്ട പദാർത്ഥം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ വിശ്രമിക്കൂ. രാവിലെ അല്പം നേരത്തെ എഴുന്നേൽക്കണം. കർണൻ്റെ കാര്യത്തിൽ അമ്മ വളരെ ഉത്കണ്ഠപ്പെട്ടു. ഞാൻ ആഹാരം കഴിച്ചോ ഇല്ലയോ എന്ന് പോലും ചോദിക്കുവാൻ പോലും അവർ മറന്നുപോയി. ഞാൻ ഉറക്കറയിലേക്ക് മടങ്ങുകയായിരുന്നു. രാവിലെ ദേഹാസ്വസ്ഥ്യമെന്ന് പറഞ്ഞ പുലരുവോളം കിടന്നുറങ്ങുമെന്ന് തീരുമാനിച്ചു. ഞാൻ ആഹാരം പാചകം ചെയ്താൽ കർണൻ കഴിക്കുകയില്ല. അതിഥി ഭക്ഷണം കഴിക്കാതിരുന്നാൽ ധർമ്മം നശിക്കും. ഞാൻ പാചകം ചെയ്തില്ല എങ്കിൽ അമ്മ ചെയ്തുകൊള്ളൂ. കർണൻ പ്രഭാത ഭക്ഷണത്തിന് ശേഷം സ്വദേശത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളൂ. ഉറക്കറയുടെ വാതിൽക്കലെത്തിയപ്പോൾ അർജുനൻ നടന്നു വരുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ വിശാലമായ വക്ഷസിൽ തലചായ്ച്ചതിൻ്റെ നിസ്സഹായമായ വേദന കണ്ണുനീരാക്കി ഒഴുക്കുവാൻ മനസ്സാഗ്രഹിച്ചു. ബന്ധുവിനെ കാണുമ്പോൾ ദുഃഖത്തിൻ്റെ നദി തീരം തകർത്തൊഴുകും. ഞാൻ മിന്നിക്കരഞ്ഞു. ഉറക്കറയുടെ മുൻപിൽ കലാപത്രദ്യുമമായി നിന്നുപോയി. അർജുനൻ തലകുനിച്ചെന്നെ കടന്നു പോകുവാൻ തുടങ്ങുകയായിരുന്നു. എൻ്റെ നേർക്ക് നോക്കാതെ ചോദിച്ചു, എന്തു വേണം? കണ്ണുനീർ വാർന്നൊഴുകി. ഞാൻ പറഞ്ഞു, ഞാൻ ആകെ കഷ്ടത്തിലാണ്. അത് കേട്ട് അർജുനൻ അമ്പരക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അദ്ദേഹം തണുത്ത സ്വരത്തിൽ ഇങ്ങനെ പറയുകയാണ് ചെയ്തത്, പകൽ മുഴുവൻ കടുത്ത അധ്വാനമായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. ഞാൻ ചേട്ടനെ വിവരം അറിയിക്കാം, നിങ്ങൾ വിശ്രമിക്കും. അദ്ദേഹം സ്വീകരണ മുറിയിലേക്ക് മടങ്ങിപ്പോയി. കർണൻ്റെ പരിഹാസം അദ്ദേഹം എന്നെ ഓർമ്മിപ്പിക്കുകയാണെന്ന് തോന്നി. കൃഷ്ണേ, ഞാൻ നിസ്സഹായയാണ്. രാത്രിയിൽ ഈ വൈകിയ വേളയിൽ നിന്റെ അധമമായ ഭർത്താവിന് ഒരു സഹായവും ചെയ്യുവാൻ കഴിയുകയില്ല. ദ്രൗപദി ഇപ്പോൾ യുധിഷ്ഠിരന്റെ പത്നിയാണ്. ഞാൻ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രം. ഞാൻ ഉറക്കറയിൽ പ്രവേശിച്ചു. ഭർത്താവ് കിടന്ന ശേഷമേ ഞാൻ കിടക്കുവാൻ പാടുള്ളൂ.
ഞാൻ യുധിഷ്ഠിരനെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം എൻ്റെ വ്യത മനസ്സിലാക്കുകയില്ല. നിർവികാരനും നിർപ്പതൽപ്പനുമാണല്ലോ. ലൗകികമായ രാഗദ്വേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്പർശിക്കുകയില്ല. അദ്ദേഹം ദേവനാണ്, ഒരർത്ഥത്തിൽ ശിലയാണ്. ശരീരം വിശ്രമം ആവശ്യപ്പെടും. മനസ്സാഗ്രഹിക്കുന്നത് ആരുടെയെങ്കിലും ആശ്വാസ വാക്കുകളാണ്. എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, പക്ഷേ ഈ സമയത്ത് ആരുടെയും സഹായം കിട്ടുന്നില്ല. പുറത്ത് അർജുനന്റെ പാദങ്ങൾ കാണപ്പെട്ടു. വെണ്ണക്കല്ല് പതിച്ച തറയിൽ നീലത്താമര പോലെ കമനീയമങ്ങളായ പാദങ്ങൾ വാതിലിനപ്പുറത്ത് വന്നു നിന്നു. യുധിഷ്ഠിര പത്നിയായ കൃഷ്ണയുടെ കിടപ്പറയിൽ അർജുനന് പ്രവേശനം നിഷിദ്ധമാണ്. പുറത്തു നിന്നുകൊണ്ട് അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠൻ ഇപ്പോഴും ദുര്യോധനന്റെ കൂടെ ചൂതുകളിൽ ഭ്രമിച്ചിരിക്കുകയാണ്. ഈ രാത്രിയിൽ ഓരോ തവണയും അദ്ദേഹം ജയിച്ചുകൊണ്ടേയിരിക്കും. രാത്രി മുഴുവൻ ചൂത് കളിക്കും. ജയിക്കുവാനുള്ള അവസരം അദ്ദേഹത്തിന് വല്ലപ്പോഴുമേ കിട്ടാറുള്ളൂ. ആ അവസരം വിട്ടുകളയുന്നത് ബുദ്ധിപൂർവകമല്ല. അദ്ദേഹത്തെ പ്രതീക്ഷിക്കേണ്ട, വിശ്രമിച്ചുകൊള്ളൂ. ജ്യേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞയച്ചു. അർജുനൻ അകത്തു വരുവാൻ പാടില്ല, പക്ഷേ എനിക്ക് പുറത്ത് ചെല്ലാം. വെളിയട നീക്കി ഞാൻ പുറത്തു ചെന്നു. അർജുനന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൃഢസ്വരത്തിൽ പറഞ്ഞു. എൻ്റെ അവസ്ഥ അറിഞ്ഞ ശേഷവും അദ്ദേഹം സ്വീകരണമുറയിൽ വിജയലഹരിയിൽ മുങ്ങി രാത്രി കഴിച്ചു കൂട്ടും. എന്തുകൊണ്ടോ ഈ ചൂതുകളിയെ ഞാൻ വല്ലാതെ ഭയക്കുന്നു. ഏത് ലഹരിയും ആപത്കരമാണ്. ദാനലഹരി കാരണം മഹാബലി പാതാളത്തിൽ പോയി. ചൂതുകളിയിൽ യുധിഷ്ഠിരൻ പരാജയപ്പെടുത്തിയാൽ അതിൻ്റെ അപമാനവും ഗ്ലാനിയും ദുര്യോധനൻ ജീവിതകാലം മുഴുവൻ മറന്നില്ലെന്ന് വരും. അയാൾ പ്രതികാരം ചെയ്യുവാനുള്ള അവസരം അന്വേഷിച്ച് നടക്കും. അർജുനൻ അശ്രദ്ധയോടെ പറഞ്ഞു. ചൂതുകളി ആനന്ദത്തിനും വിനോദത്തിനും കൗതുകത്തിനും വേണ്ടിയുള്ളതാണ്. കളിയിലെ ജയപരാജയങ്ങളുമായി ജീവിതത്തിനെന്ത് ബന്ധം? സ്ത്രീകൾ പൊതുവെ സംശയാലുക്കളാണ്. ഓരോ കാര്യവും വക്രദൃഷ്ടിയോടെ നോക്കുന്നതാണ് അവരുടെ ശീലം. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ദുഃഖമനുഭവിക്കേണ്ടി വന്നിരുന്നത്. എനിക്ക് പാണ്ഡവന്മാരെ അറിയാം. ഏതെങ്കിലും കാര്യത്തിന് സഹോദരന്റെ മേൽ സ്വയം കുറ്റാരോപണം നടത്തിയാലും ഭാര്യ കുറ്റപ്പെടുത്തുന്നത് ഒരു സഹോദരനും സഹിക്കുകയില്ല. ഞാൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു. ജ്യേഷ്ഠൻ വരുന്നതുവരെ ഞാൻ കിടക്കുന്നില്ല. നമുക്കല്പനേരം സംസാരിച്ചുകൊണ്ടിരിക്കാം. അങ്ങയുടെ സഖാവിനെ പറ്റി തന്നെ ആകട്ടെ സംഭാഷണം. അങ്ങയുടെ സഖാവ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത്രയും തലമുണ്ടാക്കുന്നത് എന്തിനാണ്? അർജുനൻ എന്നെ തറപ്പിച്ചു നോക്കി. നീലത്തടാകം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ രക്തവർണ്ണമായി. ഒരുപക്ഷെ രാത്രി വളരെ ഇരട്ടിയാട്ടതുകൊണ്ടാവാം, അല്ലെങ്കിൽ സുരാപാനത്തിൻ്റെ അളവ് കൂടിയതുകൊണ്ടാണ്. അദ്ദേഹം ഗംഭീര സ്വരത്തിൽ പറഞ്ഞു. കൃഷ്ണേ, എനിക്ക് 2 വർഷത്തേക്ക് വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് തന്നെ നിശ്ചയിച്ചതാണല്ലോ അത്. എന്നിട്ട് വ്രതഭംഗത്തിന് പ്രേരിപ്പിക്കുകയാണോ? ഞാൻ 12 വർഷം വനവാസത്തിന് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ സ്തബ്ധയായി. ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലാകും? അദ്ദേഹം സ്ത്രീയല്ലല്ലോ. ഓരോ നിമിഷവും ഞാൻ അദ്ദേഹത്തിൻ്റെ സഹവാസം തേടുകയാണെന്ന് അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കൂ? എൻ്റെ മൗനഭാഷ ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി കാണും. എൻ്റെ മൗനഭാഷ അദ്ദേഹത്തിന് മനസ്സിലായില്ലെന്നു വരികിൽ മൃദുസ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു. നിയമം പാലിക്കേണ്ടതുകൊണ്ട് 2 വർഷത്തേക്ക് നിങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഞാൻ നിർവികാരനായ ഒരു സന്യാസിയോ ക്ഷണ്ടനോ ആണെന്നല്ല. വിജനമായ രാത്രിയിൽ നിങ്ങളോടൊപ്പം ഏകാന്ത സല്ലാപത്തിൽ ഏർപ്പെടുന്നത് വ്രതഭംഗത്തിനിടയാകും. അതുകൊണ്ട് കൃഷ്ണേ, എന്നോട് ക്ഷമിക്കണം. നാളെ ഉച്ചയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാം. സഖാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ. സഖാവ് കൂടെ ഉണ്ടെങ്കിൽ വ്രതഭംഗത്തിൻ്റെ ആശങ്കയും ഇല്ലാതെയാകും. നിർവികാരനെ പോലെയുള്ള അദ്ദേഹം എൻ്റെ അഭ്യർത്ഥന അവഗണിച്ച് നടന്നുപോയി. എൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയുവാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. എനിക്ക് സുഖമില്ലെന്ന വിവരം യുധിഷ്ഠിരൻ്റെ അടുത്ത് മായയോട് പറഞ്ഞയച്ചാലോ എന്ന് ആലോചിച്ചു. അതുചിതമാണോ? കൗരവന്മാർ അത് ദുർവ്യാഖ്യാനം ചെയ്തേക്കും. യുധിഷ്ഠിരൻ വന്നാലും എനിക്കുണ്ടായ അപമാനത്തിൻ്റെ ജ്വാല കെട്ടടങ്ങുമോ? അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ അപമാനത്തിൻ്റെ ജ്വാല വർദ്ധിക്കും. ഇന്നത്തെ ഈ ഉത്സവരാത്രി മുള്ളു നിറഞ്ഞതാണ്. യുധിഷ്ഠിരൻ വിജയാഹ്ലാദത്തിൽ ഭാര്യയെ അവഗണിച്ചിരിക്കുന്നു. ജയിക്കുന്നതിൻ്റെ ആത്മഹർഷത്തിൽ മറ്റൊരാളിൻ്റെ തോൽവിയുടെ ദുഃഖം അദ്ദേഹത്തെ സ്പർശിക്കുകയില്ല. ഞാൻ അസ്വസ്ഥയായി കഴിയുമ്പോൾ അവിടെ നിന്ന് സന്ദേശമെത്തി. ചൂതുകളിയിൽ അദ്ദേഹത്തിനുണ്ടായ ആദ്യ വിജയത്തിൻ്റെ ആഹ്ലാദം പങ്കിടുവാൻ ഞാൻ സ്വീകരണമുറിയിൽ എത്തണമെന്ന്. മറ്റൊരു ഉപായവുമില്ലായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഭർത്താവിൻ്റെ ആജ്ഞ പാലിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കൗരവന്മാരുടെ മുമ്പിൽ യുധിഷ്ഠിരന് നാണക്കേടുണ്ടാകും. വളരെ പ്രയാസത്തോടെ ഞാൻ അവിടെ ചെന്നു. മായയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ ദേഹാസ്വസ്ഥ്യമോ ഛിന്നതയോ യുധിഷ്ഠിരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അദ്ദേഹം ആനന്ദഭരിതനായി പറഞ്ഞു. യജ്ഞസേനി, നിങ്ങളെ കൂടാതെ ജയിച്ചതിൻ്റെ ആനന്ദം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. വരൂ, ഇവിടെ ഇരിക്കൂ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചൂതുകളിൽ ജയിക്കുന്നത്. ഭീമൻ ഉത്സാഹത്തോടെ പറഞ്ഞു. ദ്രൗപദിയെ ജയിച്ച ശേഷം പാണ്ഡവന്മാർ ഓരോന്നിലും വിജയം നേടുകയാണ്. ഇതാണ് ചൂതുകളെ സ്പഷ്ടമാക്കുന്നത്. അതിനാൽ ഈ വിജയം ദ്രൗപദിയുടേതാണ്.
ദുര്യോധനൻ ചൂതുകളിയിൽ പരാജിതനായി കോപം കൊണ്ട് കത്തിജ്വലിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭീമൻ ജീവിതത്തിൽ അയാൾക്കുണ്ടാകുവാൻ പോകുന്ന പരമപരാജയം ഓർമ്മിപ്പിച്ചത്. ദുര്യോധനൻ കത്തുന്ന കണ്ണുകളോടെ എന്നെ നോക്കി. ആ നോട്ടത്തിൽ കാമത്തിന്റെ ജ്വാലയുണ്ട്, പ്രതികാരത്തിന്റെ തീക്കനലുണ്ട്, ബീവത്സവും നൃശംസവുമായ ദുരാഗ്രഹത്തിന്റെ അഗ്നിയുണ്ട്. ദുശാസനൻ അസഹിഷ്ണുതയാൽ ആളിക്കത്തുകയായിരുന്നു. അട്ടഹാസത്തോടെ അയാൾ പറഞ്ഞു, 5 ഭർത്താക്കന്മാരുടെ നായികയായ ദ്രൗപദിയുടെ പാതിവൃത്യത്തിന്റെ ധാർഷ്ട്യം കാരണം വിജയത്തിന്റെ കാട്ടാറ് പാണ്ഡവന്മാരെ സമുദ്രഗർഭത്തോളം ഒഴുകിക്കൊണ്ടുപോകും. ഞാൻ കൂടുതൽ വ്യാകുലയായി. പരാജിതനായ ശത്രുവിനെ സ്വന്തം വിജയഗാഥ പാടി കേൾപ്പിക്കുന്നതിന് ബുദ്ധിപൂർവകമായ കാര്യമല്ല. അതുമൂലം ശത്രുത വർദ്ധിക്കുകയുള്ളൂ. എന്നെ കണ്ടപ്പോൾ തന്നെ കൗരവന്മാർ അസംതൃപ്തരായ കാമവാസനയുടെയും പരാജയത്തിൻ്റെയും ജ്വാലയിൽപ്പെട്ട് പിടയുവാൻ തുടങ്ങി. അവരെ ഇനിയും കൂടുതൽ എരിയിക്കുന്നതിൽ എന്തു നേട്ടമാണുള്ളത്? എൻ്റെ സാന്നിധ്യം ഇവിടെ അഭിലക്ഷണമല്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ മടങ്ങിപ്പോകുന്നതാണ് ഉചിതം. എൻ്റെ മനോഗതം കൃഷ്ണന് മനസ്സിലാ. അദ്ദേഹം പറഞ്ഞു, യുധിഷ്ഠിര, കൃഷ്ണ ഇന്ന് ധാരാളം ജോലി ചെയ്തു, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അവർക്ക് വിശ്രമിക്കുവാൻ അനുമതി നൽകൂ. യുധിഷ്ഠിരൻ ഏകാഗ്രതയോടെ പകിടേറിയുകയായിരുന്നു. തലയുയർത്താതെ തന്നെ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ യജ്ഞസേനയ്ക്ക് പോകാം. ഈ യന്ത്രത്തിൽ ചലിക്കപ്പെട്ടവളെന്ന പോലെ ഞാൻ മടങ്ങിപ്പോന്നു. കണ്ണുനീരടക്കുവാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ഈ കണ്ണുനീർ വേദന ഒഴുകിയുണ്ടായതല്ല, അപമാനത്തിൻ്റെ ഗ്ലാനി മൂലം പൊട്ടിപ്പുറപ്പെട്ടതുമല്ല, ശാരീരിക വേദനയാൽ ചിതറി വീണതല്ല, നിസ്സഹായതയിലും നിസ്സംഗതയിലും രൂപം പൂണ്ടതാണ്. 5 ഭർത്താക്കന്മാരുടെ പ്രേമഭാസനമായത് കാരണം അനുപദം പരിഹാസ്യമായി തീർന്ന സ്ത്രീ എത്രമാത്രം ഏകാഗ്നിയാണെന്ന് ആര് മനസ്സിലാക്കും? ഉറങ്ങുക സാധ്യമായിരുന്നില്ല. മുറിയിൽ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഞാൻ മായയും കൂട്ടി മട്ടുപ്പാവിലേക്ക് പോയി. സ്വച്ഛന്ത മാരുതനും ചന്ദ്രികയും നക്ഷത്രങ്ങളും നിറഞ്ഞ ആകാശവും ഒരുപക്ഷെ എൻ്റെ കഷ്ടതയിൽ പങ്കാളികളായേക്കാം. അപ്പോൾ അതിഥി മന്ദിരത്തിൻ്റെ മട്ടുപ്പാവിൽ ബലിഷ്ടമായി നേടിയ ഒരു നിഴൽ രൂപം കാണപ്പെട്ടു. ആ രൂപം അസ്ഥിരവും ചഞ്ചലവുമായി കാണപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ആകാശത്ത് നോക്കി നിൽക്കുകയും ചെയ്യുന്നു. ആരായിരിക്കും? അതിഥി കർണനാണോ? എന്തിനാണ് അദ്ദേഹം അസ്ഥിരചിത്തനും ചഞ്ചലനുമായിരിക്കുന്നത്? അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? സ്വീകരണ മുറിയിൽ നിന്നും ആനന്ദത്തിൻ്റെ അലകൾ ഒഴുകി വരുന്നു. യുധിഷ്ഠിരൻ വീണ്ടും ജയിച്ചുകൊണ്ടേയിരിക്കുന്നു. നിഴൽ രൂപം ആകാശത്തു നിന്ന് ജീവിത പ്രശ്നത്തിൽ നിന്നും ഉത്തരം ആവശ്യപ്പെടും. അമ്മയുടെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ മറ്റൊരു കരുണമയമായ നിഴൽ രൂപം അതിഥി മന്ദിരത്തിലെ മട്ടുപ്പാവിലേക്ക് ഏകാഗ്രതയോടെ നോക്കും. വീണ്ടും വീണ്ടുമുള്ള നെടുവീർപ്പിനാൽ നിഴൽ രൂപത്തിൻ്റെ അവിസ്പഷ്ടമായ സീമാരേഖ വിറകൊള്ളുന്നു. ആരാണത്? അമ്മ കുന്തിയോ? മൂത്ത മകൻ യുധിഷ്ഠിരൻ വിജയിയാകുന്നു, എന്നിട്ടും അതും രഹസ്യയാതനയാണ് അവരുടെ ഉറക്കം കിട്ടുന്നത്. എൻ്റെ രഹസ്യയാതനയാണ്. വീരപ്രസുവായ കുന്തിയുടെ രഹസ്യവിധ എൻ്റെ വിധയേക്കാൾ ആഴമുള്ളതായിരിക്കും. അമ്മയുടെ ദുഃഖം ദൂരീകരിക്കേണ്ടത് കുലവധുവിൻ്റെ കർത്തവ്യമാണ്. എന്നാൽ അമ്മയുടെ ദുഃഖ കാരണം ആരോട് ചോദിക്കും? അമ്മയല്ലാതെ ആര് പറഞ്ഞു തരും? അവസരം കിട്ടുമ്പോൾ കൈകൂപ്പി അമ്മയോട് ചോദിക്കാമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. ശരീരം അസ്വസ്ഥമാണെങ്കിലും മനസ്സിന് സ്വസ്ഥമായിരിക്കാൻ കഴിയും. എന്നാൽ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ശരീരവും അസ്വസ്ഥമായി തീരും. ഞാൻ വളരെ നാളുകൾ രോഗം പിടിപെട്ട് ശയ്യാവലംബിയായി കഴിഞ്ഞു. യുധിഷ്ഠിരൻ എൻ്റെ ചികിത്സാകാര്യം കൊട്ടാരം വൈദ്യനെ ഏൽപ്പിച്ചിട്ട് നിശ്ചന്തനായി കഴിഞ്ഞു. വൈദ്യനെ അയാൾക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ എനിക്കെൻ്റെ മേലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നു. 5 ഭർത്താക്കന്മാരോടൊപ്പം ജീവിതകാലം മുഴുവൻ കൗരവന്മാരാൽ അപമാനിതയായി സ്വസ്ഥ ജീവിതം നയിക്കുവാൻ എനിക്ക് കഴിയുമോ എന്ന് ഞാൻ സംശയിച്ചു. 5 ഭർത്താക്കന്മാരുടെ കാര്യം എപ്പോഴും മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ആർക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാൻ സാധ്യമല്ലെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ വ്യവസ്ഥയില്ലെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി. ഞാനുണ്ടാക്കിയ നിയമം മൂലം എനിക്ക് അല്പം സൗകര്യം ലഭിച്ചെങ്കിലും മറ്റുള്ളവർക്ക് ക്ലേശം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഓരോ രാത്രിയിലും ആഹാരത്തിന് ശേഷം യുധിഷ്ഠിരൻ്റെ കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പ് ജോലിയെല്ലാം തീർത്ത ശേഷം എല്ലാവരും ശുഭരാത്രി ആശംസിക്കുവാൻ ചെല്ലുമ്പോഴേക്കും സഹദേവൻ നിഷ്കളങ്കനായ ശിശുവിനെ പോലെ സുഖമായി ഉറങ്ങിക്കഴിയും. നകുലൻ കാലാമന്ദിരത്തിൽ നൃത്തതിനെ പോലെ സുഖമായി ഉറങ്ങിക്കഴിയും. നർത്തകിയായ സുലനനയുടെ നിത്യത്തിൽ അദ്ദേഹം ഈയിടെയായി കൂടുതൽ ആമഗ്നനായി. അർജുനൻ ഗ്രന്ഥപുരയിൽ ശാസ്ത്രചർച്ചയിൽ മുഴുകിയിരിക്കും. ശസ്ത്രപഠനം നടത്തുമ്പോഴേക്കും അസ്ത്രവിദ്യ അഭ്യസിക്കുമ്പോഴേക്കും ആരും അദ്ദേഹത്തിന് മുൻപിൽ ചെല്ലുകയില്ല. ആരും അദ്ദേഹത്തിൻ്റെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരുത്തുവാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം സ്പഷ്ടമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം രാത്രി ഏറെ ചെല്ലുന്നതുവരെ ഇതിലേതെങ്കിലും ഒന്നിൽ മുഴുകിയിരിക്കും. ശുഭരാത്രി നേരുവാനുള്ള അവസരം തരാതെ അദ്ദേഹം മനസ്സിൻ്റെ ആക്രോശം നശിപ്പിക്കുകയായിരിക്കും. എന്നാൽ ഭീമൻ എൻ്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കും.
മുറിക്ക് പുറത്ത് കാലജ കേൾക്കുമ്പോൾ തന്നെ ആജ്ഞാപിക്കുന്ന മട്ടിൽ പറയും, പാഞ്ചാലി അകത്തു വരൂ. എനിക്ക് നല്ല സുഖമില്ല, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ വയ്യ. ഞാൻ അകത്ത് കിടക്കാതെ വാതിലിന് പുറത്തു നിന്ന് ചോദിക്കും, അങ്ങ് രാത്രി ഏറെ ചെന്നിട്ടും അസ്വസ്ഥനായി കാണപ്പെടുന്നത് എന്ത്? നിങ്ങൾ കാരണം? ഞാൻ കാരണമോ? തീർച്ചയായും നിങ്ങൾ വിളമ്പിത്തരുന്ന ഭക്ഷണം കാരണം. ദിവസവും അത്താഴമൂട് കഴിഞ്ഞ് ഞാൻ അവശനായി പോകുന്നു. ആഹാരത്തോട് എനിക്ക് അമിതമായ ആർത്തി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇനി നിയന്ത്രിക്കണം. ഭീമൻ അസ്വസ്ഥനാണ്. പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയും. കുടിക്കുവാൻ വെള്ളമോ മറ്റോ ആവശ്യപ്പെടും. ഗത്യന്തരമില്ലാതെ അകത്ത് ചെയ്യും. ക്ലേശമകറ്റുവാൻ പരിശ്രമിക്കും. ഭീമൻ പറയും, 1 വർഷത്തേക്ക് നിങ്ങൾ എൻ്റെ ഭാര്യ അല്ലായിരിക്കും. എന്നാൽ അമ്മയും സഹോദരിയുമായി കഴിയുന്നതിൽ തടസ്സമൊന്നുമില്ലല്ലോ. എനിക്കിപ്പോൾ നല്ല സുഖമില്ല. നിങ്ങൾ ഞാൻ ഉറങ്ങുന്നതുവരെ ഇവിടെ നിന്ന് പോകരുത്. കാൽ തിരുമ്മിക്കൊണ്ട് കൊടുക്കണമെന്ന് ഭീമൻ സൂചിപ്പിക്കുന്നു. ഇതുമൂലം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് ശനിക്ക് വേഗം ഉറക്കം വരികയും ചെയ്യും. ഇതാലോചിച്ച് ഞാൻ അദ്ദേഹത്തെ പരിചരിക്കുവാൻ തുടങ്ങും. ചിലപ്പോൾ നേരം പുലർന്നതാകും. ഭീമൻ്റെ കഷ്ടപ്പാട് കുറയുകയില്ല, ഉറക്കം ശരിയാകുകയുമില്ല. അപ്പോൾ ഞാൻ ആലോചിക്കും, യുധിഷ്ഠിരൻ കാത്തിരിക്കുകയായിരിക്കും, ദേഷ്യപ്പെടുമായിരിക്കും. വാ തുറന്ന് ഭീമനോടൊന്നും പറയുവാനും പറ്റില്ല. മൗനമായി ഭീമന് പാദസേവ ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹമാണെങ്കിൽ എന്നിൽ അസൂയ വളർത്തുവാൻ വേണ്ടി ഹിഡുംബിയോടുള്ള പ്രണയവും സംയോഗവും സംബന്ധിച്ച കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അനുകമ്പ പ്രദർശിപ്പിച്ചുകൊണ്ട് പറയും, ഇനി നിങ്ങൾ പോകൂ, യുധിഷ്ഠിരൻ കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നാളെ ഞാൻ ഹിഡുംബിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവളുടെ സ്പർശന മാത്രയിൽ എൻ്റെ കണ്ണുകളിൽ ഉറക്കം കിനിഞ്ഞാടും. നിങ്ങൾ സ്പർശിക്കുമ്പോൾ ഉറക്കം വരുന്നില്ലതെന്ന് പോട്ടെ, അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ അകലെ ഓടിക്കളയുകയും ചെയ്യും. ഹിഡുംബി രാക്ഷസിയാണ്, പക്ഷേ ഭാര്യ എന്ന നിലയിൽ നിങ്ങളെക്കാൾ ശ്രേഷ്ഠയാണ്. ഭീമൻ എന്നിൽ മുറിവേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ എതിർവാദത്തിനൊരുങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കേട്ട് ശീലമായിപ്പോയി. ഞാനൊന്നും മിണ്ടാതെ യുധിഷ്ഠിരന്റെ മുറിയിലേക്ക് നടന്നു. ഇപ്പോഴത്തെ ഭർത്താവെന്ന അധികാരം വ്യക്തമാക്കിക്കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം കോപിച്ചേക്കും. പ്രകോപിതനായെന്നും വരാം. ശോഭിച്ചലറാനും ഇടയുണ്ട്. ആരായാലും അങ്ങനെ തന്നെ ചെയ്യും. എന്നാൽ യുധിഷ്ഠിരനിൽ ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ജിതേന്ദ്രിയായ താപസനെ പോലെ നിസ്സംഗ ഭാവത്തോടെ അദ്ദേഹം എന്നെ സ്വീകരിക്കും. നിർവികാര സ്വരത്തിൽ പറയും, ഭീമൻ ഉറങ്ങിയോ? ദിവസവും അത്താഴത്തിന് ശേഷം അവൻ അസ്വസ്ഥതയുണ്ടാകാറുണ്ടെന്ന് കേൾക്കുന്നു. അവൻ്റെ ഭക്ഷണകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. നല്ല ഭക്ഷണം കാണുമ്പോൾ അവൻ ഹിതാഹിതങ്ങൾ മറന്നു പോകും. അവനെ നിയന്ത്രിക്കണം. ഭീമന്റെ ബാഹുബലമാണ് പാണ്ഡവന്മാരുടെ സമ്പത്ത്. അവൻ കൂടെ കൂടെ രോഗബാധിതനായാൽ എനിക്ക് കൂടുതൽ വിപത്താണ്. മൂത്ത സഹോദരൻ എന്ന നിലയ്ക്ക് എല്ലാവരുടെയും കാര്യം ശ്രദ്ധിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ഗഹനമായ അന്തർദൃഷ്ടിയോടെ യുധിഷ്ഠിരനെ നോക്കും. രാത്രി മുഴുവൻ അദ്ദേഹം എന്നെ കാണുവാൻ വേണ്ടി വ്യാകുലനായി കഴിഞ്ഞുകൂടിയെന്ന് സമ്മതിക്കാൻ പോലും മടി. അങ്ങനെ ചെയ്താൽ ഭാര്യയുടെ മുമ്പിൽ കൊച്ചായി പോവുകയില്ലേ? അതിനാൽ ഭീമന്റെ രോഗത്തിൽ താൻ സന്തുഷ്ടനല്ലെങ്കിലും മറിച്ച് ദുഃഖിതനും അസ്വസ്ഥനുമാണെന്നും പരോക്ഷമായി അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. യുധിഷ്ഠിരൻ ഓരോ കാര്യത്തിലും ഇങ്ങനെ ഔദാര്യം പ്രദർശിപ്പിക്കുന്നത് വഴി സ്വന്തം മനസ്സിലെ കാര്യങ്ങൾ ഒരിക്കലും എന്നോട് തുറന്നു പറയാതിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ എൻ്റെ കൂറ് നഷ്ടപ്പെട്ടു പോകരുതെന്ന് വിചാരിച്ച് വിശപ്പുണ്ടെങ്കിൽ പോലും ആഹാരം തരൂ എന്ന് പറയുവാൻ അദ്ദേഹം മടിക്കാറുണ്ട്. കീർത്തിമോഹിയായ ഈ ഭർത്താവിനോട് അനുകമ്പയിൽ മനസ്സ് സ്വയം അലിഞ്ഞു പോകുന്നു. ഞാൻ നമ്ര മധുര സ്വരത്തിൽ പറയും, ഭീമന്റെ അസുഖം കാരണം ഞാൻ അങ്ങയോടുള്ള കർത്തവ്യത്തിൽ ഉദാസീനത കാട്ടി. എനിക്ക് ദുഃഖമുണ്ട്. ഭീമൻ എല്ലാ ദിവസവും ഒരു നിശ്ചയ സമയത്ത് രോഗപീഡിതനായാൽ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? യുധിഷ്ഠിരൻ പെട്ടെന്ന് പറയും, അതിലെനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ദിവസവും ഉണർന്നിരുന്ന അയാളെ പരിചരിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളും രോഗിയായി തീരും. അതുകൊണ്ട് ഭീമന്റെ ഈ കുട്ടിത്വം ശ്രദ്ധിക്കാതെ വിട്ടുകളയും. അയാളുടെ അസുഖം തനിയെ ഭേദമായിക്കൊള്ളും. അയാളെപ്പോലെ ഉത്തരവാദിത്തമുള്ള ഒരു വീരൻ അമിത ഭക്ഷണം കഴിച്ച് രോഗിയാകുന്നത് നല്ല കാര്യമാണോ? ഞാൻ ഉള്ളിൽ ചിരിക്കും. ഭീമൻ മനഃപൂർവ്വം രോഗം അഭിനയിക്കുന്നത് യുധിഷ്ഠിരന് ഇഷ്ടപ്പെടുന്നില്ലെന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഒരു ഭർത്താവിന് രോഗം പിടിപെട്ട അവസ്ഥയിൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ഭർത്താവിനെ കൂടെ ഉല്ലസിക്കുന്നത് എങ്ങനെയാണ്? ഭീമന്റെ ഉത്കണ്ഠതയുടെ ജ്വാല എങ്ങനെയെങ്കിലും സഹിക്കാമെന്ന് വെച്ചാലും അർജുനന്റെ തണുത്ത ഉദാസീനത സഹിക്കുന്നതിലും അപ്പുറമാണ്. ശരീരത്തിനുള്ളിലെ എല്ലാ ഞരമ്പുകളിലും നിശബ്ദം പൊട്ടിക്കിരിക്കുന്നത് പോലെ തോന്നും. എൻ്റെ മനസ്സ് ആഗ്രഹിക്കും, ഭീമനെ പോലെ അർജുനനും എന്നെ ബുദ്ധിമുട്ടിക്കാഞ്ഞത് എന്ത് എന്ന്. എനിക്ക് അസൗകര്യം ഉണ്ടാക്കാത്തതെന്ത്? ഈ സംഭവത്തിന് ശേഷം ഞാൻ ശരിക്കും രോഗാസ്ത്രീയായി. അസ്ത്രവിദ്യയുടെ പേര് പറഞ്ഞ് അർജുനൻ വളരെ നേരം കാട്ടിൽ പോകുമായിരുന്നു. പലപ്പോഴും രാത്രി ഇരട്ടിയ ശേഷമാണ് മടങ്ങി വരുന്നത്. മടങ്ങി വന്നാൽ സന്ധ്യാവന്ദനത്തിലിരിക്കും. രാത്രിയിൽ അല്പം ആഹാരം മാത്രം കഴിക്കും. പിന്നീട് ഗ്രന്ഥപുരയിൽ വായനയിൽ മുഴുകും. അല്ലെങ്കിൽ കൃഷ്ണനുമായി വേദാന്ത ചർച്ച നടത്തും. ചിലപ്പോൾ അർജുനൻ കാട്ടിൽ നിന്ന് മടങ്ങി വരുവാൻ വളരെ വൈകും.
അപ്പോൾ എനിക്ക് പരിഭ്രമം വർദ്ധിക്കും. ശ്രീകൃഷ്ണൻ എൻ്റെ മനസ്സിലെ കാര്യം മോഹിച്ചെടുക്കുമായിരുന്നു. അദ്ദേഹം ആശ്വസിപ്പിച്ചുകൊണ്ട് പറയും, സഖി, നിങ്ങൾ എൻ്റെ പ്രിയ സഖാവിനെ അപമാനിക്കുകയാണ്. ഞാൻ ചോദ്യരൂപേണ അദ്ദേഹത്തിനെ നോക്കി. ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറയും, എൻ്റെ സഖാവ് ഘോരവനത്തിൽ എന്താണ് ചെയ്തതെന്ന് നിനക്കറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്രയും പരിഭ്രമം ഉണ്ടാവുകയായിരുന്നില്ല. അദ്ദേഹം കടുവ, കരടി, മലമ്പാമ്പ് തുടങ്ങിയ ഹിംസ്രജന്തുക്കളെ കൊല്ലുന്നവനാണ്. എൻ്റെ സഖാവിൻ്റെ ഭുജബലത്തിലും വസ്ത്രചാതുരിയിലും നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് തോന്നുന്നു. ഇത് അർജുനനെ അപമാനിക്കലല്ലേ? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയാണ്. എന്നിട്ടും അദ്ദേഹത്തെക്കുറിച്ച് ഇതാണോ ധാരണ? നിങ്ങൾ ഒരിക്കലും അർജുനനെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട. ശ്രീകൃഷ്ണന്റെ ആശ്വാസ വാക്കുകൾ കേട്ട് ഞാൻ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം അർജുനൻ ചോരയിൽ കുളിച്ചാണ് മടങ്ങി വന്നത്. ദേഹത്ത് ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. കൂടെ പോയ പരിചാരകന്മാർ പറഞ്ഞു, അന്ന് അദ്ദേഹം ഖിന്നയായിരുന്നു. ആ അവസ്ഥയിൽ പാഞ്ചാലദേശത്തു നിന്ന് കിട്ടിയ കരുത്തനായ ഒരു കുതിരയുടെ പുറത്ത് കയറി മുന്നോട്ട് പോയി. കുതിര അതിവേഗം പാഞ്ഞുപോയി. അദ്ദേഹം കാട്ടിൽ മറയുകയും ചെയ്തു. വളരെ നേരം കഴിഞ്ഞ് കുതിര ഒറ്റയ്ക്ക് മടങ്ങി വന്നു. പരിചാരകന്മാർ അദ്ദേഹത്തെ അന്വേഷിച്ചു. ഒടുവിൽ മലയടിവാരത്തിൽ അബോധാവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ടെത്തി. എങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ചികിത്സയിലും ശുശ്രൂഷയിലും മുഴുകി. കൊട്ടാരം വൈദ്യൻ ഉടൻ തന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ധാരാളം രക്തം വാർന്നു പോയിട്ടുണ്ട്. എങ്കിലും അപകടസ്ഥിതിയില്ല. വൈകാതെ ബോധം തെളിയും. 2 ആഴ്ച പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. ചികിത്സയേക്കാൾ പരിചരണമാണ് പ്രധാനം. സഖാവ് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ദ്രപ്രസ്ഥത്തിലെ കുതിരാലയത്തിൽ ഇത്രയേറെ കുതിരകൾ ഉണ്ടായിട്ടും പാഞ്ചാലദേശത്തെ കുതിരൻകെട്ട കുതിരയുടെ പുറത്തു കയറി ആപത്ത് വിലയ്ക്ക് വാങ്ങിയത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായി. തൻ്റെ പ്രിയതമയുടെ സഹവാസം കിട്ടുമല്ലോ. സദാചാരവും സൗശീല്യവുമുള്ള വാക്കുകളിൽ നിന്ന് സംയമനം പാലിക്കുന്ന അർജുനൻ ഉദണ്ഡനായ ഭീമനെ പോലെ പരിചരണവും സഹാസവും നേടിയെടുക്കുകയില്ല. ശ്രീകൃഷ്ണന്റെ വാക്കുകൾ രസികത്വം നിറഞ്ഞതായിരുന്നുവെങ്കിലും എൻ്റെ ദുഃഖത്തിനും ഗ്ലാനിക്കും അവരില്ലായിരുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, അദ്ദേഹം ഇത്ര ദൂരക്കാഴ്ചയില്ലാതെ പ്രവർത്തിച്ചത് എന്ത്? എൻ്റെ സഹവാസം ലഭിക്കുന്നതിനു വേണ്ടിയോ, അതോ എന്നോട് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടിയോ? ഞാൻ അർജുനൻ്റെ കാൽക്കലിരുന്നു. അമ്മ തലയ്ക്ക്. അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ എൻ്റെ മേൽ നോട്ടം പതിഞ്ഞു. എൻ്റെ കണ്ണ് നിറഞ്ഞു. അമ്മ ഇരുന്നത് കൊണ്ട് ഞാൻ വളരെ നിയന്ത്രിച്ചു. അദ്ദേഹം ഒരു തവണ കണ്ണു തുറന്നിട്ട് വീണ്ടും മറച്ചു. അടുത്ത നിമിഷം അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചെറിയൊരു കാര്യത്തിന് നിങ്ങളെല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ പരിഭ്രമിക്കുന്നു. എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകുന്നത് പുതിയ കാര്യമൊന്നുമല്ല. അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല. മകൻ്റെ മുടിയിൽ വിരലോടിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മകൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുവാനായി അമ്മ എഴുന്നേറ്റ് പോയി. പോകുമ്പോൾ എന്നോട് പറഞ്ഞു, അർജുനൻ്റെ കാൽവെള്ളയിൽ പതുക്കെ തടവി കൊടുക്കുക. ഞാൻ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. ഞാൻ ഹൃദയത്തിലെ എല്ലാ മൃദുവികാരങ്ങളിലും ആവാഹിച്ച് നീലത്താമര പോലെയുള്ള ആ പാദങ്ങളിൽ പതുക്കെ തടവി തുടങ്ങും. അപ്പോൾ ശ്രീകൃഷ്ണൻ പരിഹാസത്തോടെ പറഞ്ഞു, സ്നേഹിത, ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വിശ്രമത്തിന് തടസ്സമുണ്ടാകുന്നില്ലല്ലേ? അർജുനൻ കണ്ണു തുറന്നു. അന്നില്ലാത്തിടത്ത് ശാന്തി ഉണ്ടാകുമോ? അങ്ങേ കൂടാതെ വിശ്രമത്തിൽ ആനന്ദമുണ്ടാവുകയില്ല. ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനില്ലെങ്കിലും കൃഷ്ണയുണ്ടല്ലോ. കൃഷ്ണയുടെ പരിചരണവും സാഹസവും ലഭിക്കുമെങ്കിൽ ഭൂമിയിലെ ഏതു വനവും രോഗിയാകുവാൻ തയ്യാറാകും. ആ പ്രലോഭനത്തിനിടയിൽപ്പെട്ട് നിങ്ങൾ കുതിരപ്പുറത്ത് നിന്ന് വീണ് ഈ അവസ്ഥയിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അർജുനൻ ഗൗരവത്തോടെ കഠോര സ്വരത്തിൽ പറഞ്ഞു, സഖേ, ഏതൊരു ഏറ്റുമുട്ടലിലും രക്തച്ചൊരിച്ചിൽ അനിവാര്യമാണ്. ദാനവത്വം നശിപ്പിക്കുവാൻ കുറച്ച് രക്തം ഒഴിക്കേണ്ടി വരും. കൃഷ്ണൻ നിഷ്കളങ്ക ശിശുവിനെ പോലെ അർജുനനോട് ചോദിച്ചു, എന്താണ് പറയുന്നത്? ഏത് ദാനവൻ? ഏത് ഏറ്റുമുട്ടൽ? അർജുനൻ ഉറ്റുനോട്ടിക്കൊണ്ട് പറഞ്ഞു, മനുഷ്യന്റെ കാമവും വിഷയാസക്തിയുമാണ് ദുഷ്ടദാനവന്മാർ. ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് മനസ്സും വിവേകവും തമ്മിൽ. കാമമാകുന്ന ദാനവൻ ബലവാനാകുമ്പോൾ ശിരസിൽ രക്തം വിരച്ചു കയറും. വിഷയാസക്തി വിവേകത്തിൽ വിഴുന്നു. ആ സമയത്ത് നെറ്റിയിൽ നിന്ന് രക്തം വാർന്നു പോയാൽ ദാനവൻ തോൽവി സമ്മതിക്കും. ശ്രീകൃഷ്ണൻ ചോദിച്ചു, ആരുടെ കാര്യമാണ് പറയുന്നത്? എൻ്റെ കാര്യം, മനുഷ്യന്റെ കാര്യം, മനുഷ്യന്റെ കാമവാസനയുടെ കാര്യം. സഖി, ഞാൻ മനുഷ്യനല്ലേ, ശിലയാണോ? അർജുനൻ അമിതമായ പ്രകോപിതനായി കാണപ്പെട്ടു. ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊന്നും മിണ്ടിയില്ല. എന്നാൽ എൻ്റെ മനസ്സ് ക്ഷോഭിച്ചു. എനിക്കും ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഈ തമാശ ആർക്കു വേണ്ടി? ഇങ്ങനെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സുഖമില്ലാതെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രകോപിക്കുന്നത് ശരിയല്ല. കൃഷ്ണൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, സ്നേഹിത, നിങ്ങൾ ആര്യവർത്തത്തിലെ ഏറ്റവും മികച്ച വീരനാണ്. ജ്ഞാനിയും സദാചാരിയും വിവേകസമ്പന്നനുമാണ്. അതിനാൽ വിദിതാവ് നിങ്ങളുടെ ഈ പരീക്ഷയ്ക്ക് വിധേയനാക്കിയിരിക്കുകയാണ്.
ഇതിൽ വിജയിച്ചാൽ നിങ്ങൾ ആര്യാവർത്തത്തിൻ്റെ രക്ഷകനാകുവാൻ കഴിയും. സ്വന്തം ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ കഴിയാത്തവൻ ഏതുതരം മനുഷ്യനാണ്? കാമവും വിഷയാസക്തിയും മനുഷ്യനിൽ കുടികൊള്ളുന്നുണ്ട്. പക്ഷെ അത് അയാളുടെ പരിധിയിൽ ഒതുങ്ങണം. സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെയാണ് സൃഷ്ടി നിത്യാരൂഢമാകുന്നത് എന്ന് വിചാരിച്ച് സ്ഥലകാലങ്ങളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ ചിന്തിക്കാതെ സ്ത്രീ പുരുഷ സംയോഗത്തിൽ ഏർപ്പെടുന്നത് ശരിയാണോ? മനുഷ്യന്റെ നാവ് സ്വാദിന്റെ അടിമയാണ്. എന്നാൽ നിഷ്ഠയുടെ വ്രതവും പൂജയും ഉപാസനയും നടത്തുന്ന സമയത്ത് സ്വാദുള്ള വസ്തുക്കൾ കണ്ടാലും നാവ് നിയന്ത്രിക്കണമെന്നല്ലേ? ഒരുവൻ എത്ര ന്യായം പണ്ഡിതനുമാണെങ്കിലും മനസ്സ് വിവേകധനീതമല്ല എങ്കിൽ അയാളുടെ ജ്ഞാനവും വിദ്യയും ഭൂമിക്ക് നാശകരണമാകും. അർജുന, നിങ്ങൾ ലോകനന്മയ്ക്ക് വേണ്ടി ജനിച്ചവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഖാവുമാണ്. നിങ്ങളുടെ ഉള്ളിൽ കാമവും വിഷയാസക്തിയും തിങ്ങി നിറയുന്നത് ശോഭനീയമല്ല. കോപം കൊണ്ട് ആകർഷനായ അർജുനന്റെ ചുണ്ടുകൾ വിടർന്നു. കൃഷ്ണനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സഖി, ബാല്യകാലം മുതൽ ഇന്നുവരെ അങ്ങയുടെ എല്ലാവിധ യശസ്സും എനിക്ക് സ്പഷ്ടമായി ബോധ്യമുണ്ട്. അങ്ങക്ക് ദ്വാരകയിലെ 8 പട്ട മഹർഷിമാരെ കൂടാതെ ആയിരക്കണക്കിന് ഉപപത്നിമാരുമുണ്ട്. നരകാസുരനെ വധിച്ചിട്ട് ആ സ്ത്രീകൾക്ക് അഭയം നൽകി ആദരിച്ചു. എന്നിട്ടിപ്പോൾ എനിക്ക് മനസ്സിനെക്കുറിച്ചും വിവേകത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും ഉപദേശം നൽകുകയാണ്. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 1 വർഷത്തെ ദാമ്പത്യം എനിക്ക് ലഭിക്കും. ഈ 4 വർഷം ഞാൻ എങ്ങനെ കഴിച്ചുകൂട്ടുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ നിങ്ങളുടെ പട്ടമഹർഷിയാണ്. നിങ്ങൾക്കും 1000 ഉപപത്നിമാരെ പാർപ്പിക്കുവാൻ കഴിയും. എന്നാൽ അപ്പോഴും ഒരു കാര്യം ഓർമ്മിക്കാം, അതിലും സംയമനം ആവശ്യമാണ്. സുന്ദരിമാരായ യുവതികളുടെ നടുവിൽ കഴിയുമ്പോഴും കാമവാസനയ്ക്ക് വശംവദനാകാത്തവന് സ്വസ്ഥവും ശാന്തവുമായ ഹൃദയത്തോടെ സ്വന്തം കാര്യം മറന്ന് സ്നേഹിതന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നത്. ജലത്തിൽ കഴിയുമ്പോഴും താമരയിലെ ജലമാകുന്നില്ല. ഞാനും അങ്ങനെ തന്നെ. നിങ്ങൾക്കറിഞ്ഞുകൂടെ, പ്രിയസഖിയായ കൃഷ്ണയുടെ മുന്നിൽ വെച്ച് നിങ്ങളിങ്ങനെ പറയുന്നു. അവർ എന്ത് വിചാരിക്കും? അവരുടെ വിചാരങ്ങളെ എനിക്ക് ഭയമാണ്. അവർ കവിയാണ്. നിങ്ങൾ ആരോപിച്ച ലംബടത്വം സത്യമാണെന്ന് വിചാരിച്ച് അവർ കരുതി കവിത എഴുതിയാൽ എൻ്റെ അവസ്ഥ എന്താകും? എനിക്ക് ലോകരുടെ മുന്നിൽ തലയുയർത്തുവാൻ കഴിയുമോ? അർജുനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവരോട് ചോദിക്കൂ. ഒരു പുസ്തകം മുഴുവൻ കവിതകൾ എഴുതിയിരിക്കുന്നു. എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. വാസ്തവം പറഞ്ഞാൽ അവരുടെ ഓരോ കവിതയും എനിക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നു. കേൾക്കണോ? അർജുനൻ ഓരോന്നായി എൻ്റെ കവിതകൾ പാടിത്തുടങ്ങി. ഹൃദ്യമായ സ്വരത്തിൽ അദ്ദേഹം കവിത ചൊല്ലുന്നു. അത് കേട്ടപ്പോൾ ഞാൻ രാഗാദ്വേഷങ്ങളെല്ലാം വന്നു. എൻ്റെ കവിതകൾ അദ്ദേഹം മനഃപ്പാടമാക്കുക മാത്രമല്ല, ഹൃദയംഗമാക്കുകയും ചെയ്തിരുന്നു. കവിതയിലെ വാക്കുകളുടെ ജ്ഞാനവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു. എന്നോട് അദ്ദേഹത്തിന് എത്ര ഗഹനവും സ്വർഗീയവുമായ പ്രേമമാണ്! അല്ലായിരുന്നുവെങ്കിൽ ഈ കവിതകൾ ഓർത്തു വയ്ക്കുമായിരുന്നു. 2 സ്നേഹിതന്മാരും കാവ്യ ചർച്ചയിൽ മുഴുകി. മൗനമായി വിട ചോദിച്ചുകൊണ്ട് ഞാൻ യുധിഷ്ഠിരന്റെ മുറിയിലേക്ക് നടന്നു. ഞാൻ ആലോചിച്ചു, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കോപവും പിണക്കവും പ്രേമശൂന്യതയല്ല. ഈ കാര്യം ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ടതാണ്. അർജുനൻ എൻ്റെ സാന്നിധ്യം കുതിച്ച് ബോധപൂർവം രോഗിയായതെന്ന് ഞാൻ വിചാരിച്ചു. അർജുനൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നതൊരു ചെറിയ കാര്യമല്ല. ആര്യാവർത്തത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ത്രീ പോലും ഈ വികാരത്തിൽ ജീവിതകാലം മുഴുവൻ കുമാരീവ്രതം അനുഷ്ഠിക്കുവാൻ തയ്യാറമാണ്. എന്നാൽ അദ്ദേഹം എൻ്റെ പരിചരണവും ശുശ്രൂഷയും സഹവാസവും തിരസ്കരിച്ചപ്പോൾ അദ്ദേഹം എന്നെ കഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നെ അവഗണിക്കുന്നു എന്ന് പറയുവാൻ ഇതിലും നല്ല അവസരം വേറെ ഇല്ലല്ലോ. ജോലിയെല്ലാം തീർത്തിട്ട് ഞാൻ അർജുനനെ ശുശ്രൂഷിക്കുവാനായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ മന്ദം അദ്ദേഹത്തിൻ്റെ കാലുകൾ തടവി. ഒരു ഞെട്ടലോടെ അദ്ദേഹം കാലുകൾ നീക്കി. എന്നിട്ട് അനാസക്ത സ്വരത്തിൽ ചോദിച്ചു, നിങ്ങൾ ഇത്ര ഇരുട്ടിയ ശേഷം എവിടെ? അങ്ങേ ശുശ്രൂഷിക്കാൻ രാത്രിയിലെ യാമങ്ങൾ എണ്ണേണ്ട ആവശ്യമില്ല, ഞാൻ വിനീത സ്വരത്തിൽ പറഞ്ഞു. അദ്ദേഹം സഗൗരവം പറഞ്ഞു, ജ്യേഷ്ഠൻ ഉറക്കറയിൽ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അങ്ങയുടെ അസുഖം മാറുന്നതുവരെ ശുശ്രൂഷിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. അത് അന്യായമാണ്. എന്തുകൊണ്ട്? പരിചരണവും ശുശ്രൂഷയും സഹവാസവും പത്നിയുടെ ധർമ്മമാണ്, ഗൃഹിണിയുടെ കർത്തവ്യവുമാണ്. ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയാണ് സ്ത്രീയുടെ ഏറ്റവും പ്രധാനമായ കർത്തവ്യം. അങ്ങും എൻ്റെ ഭർത്താവാണ്. എന്നാൽ അടുത്ത 2 വർഷത്തേക്ക് എനിക്ക് നിങ്ങളെ ഭാര്യ എന്ന നിലയിൽ കാണുവാൻ കഴിയുകയില്ല. സേവിക എന്ന നിലയിൽ കണ്ടാൽ മതി. ഇതുപോലെ നിങ്ങളുടെ ദാമ്പത്യ വ്യവസ്ഥ തകർന്നു പോകും. യുധിഷ്ഠിരന്റെ കിടപ്പറ ഒഴികെ മറ്റാരുടെയെങ്കിലും കിടപ്പറയിൽ രാത്രി കഴിച്ചു കൂട്ടുന്നത് നിഷിദ്ധമാണ്. ഇതുമൂലം നിങ്ങൾ മാത്രമല്ല, ഞാനും അപരാധിയാകും. അതുകൊണ്ട് കൃഷ്ണേ, നിങ്ങൾ ദയവായി യുധിഷ്ഠിരന്റെ അടുത്തേക്ക് പോകും. അതാണ് നിങ്ങൾക്കും എനിക്കും നല്ലത്. അർജുനന്റെ സ്വരം ആജ്ഞാപിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. പരിഭവം നിറഞ്ഞതായിരുന്നു, ശ്ലേഷ്ണമായിരുന്നു, പരിഹാസങ്ങൾ നിറഞ്ഞതായിരുന്നു. ദുഃഖവും അഭിമാനവും ക്ഷോഭവും എൻ്റെ ഉള്ളിൽ പതഞ്ഞുപോകും.
ഞാൻ പറഞ്ഞു, സ്ത്രീ ഭാര്യ മാത്രമല്ല, അവൾ അമ്മയും സഹോദരിയുമാണ്. ഇപ്പോൾ ഞാൻ അങ്ങയുടെ പത്നിയല്ല, അമ്മയും സഹോദരിയുമാണ്. അതിനാൽ ആരോടും അന്യം ചെയ്യുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, വിവാഹ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുന്നുമില്ല. എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ. തുടരും.